പത്തനംതിട്ട പോക്സോ കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. കേസിൽ 15 പേരാണ് ഇതുവരെ പിടിയിലായത്. പ്രായപൂർത്തിയാകും മുൻപ് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ 5 പേരാണ് ഇന്നലെ അറസ്റ്റിലായത്. പ്രായപൂർത്തിയാകും മുൻപ് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച 62 പേരിൽ 42 പേരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പെൺകുട്ടിയുടെ അച്ഛന്റെ ഫോണിലൂടെയാണ് പ്രതികൾ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടത്. ഈ മൊബൈലിൽ നിന്നും പ്രതികളുടെ നമ്പറുകൾ സേവ് ചെയ്തു വെച്ചത് കുട്ടി തിരിച്ചറിഞ്ഞു. ഡയറിയിൽ പ്രതികളുടെ പേരുവിവരങ്ങൾ പെൺകുട്ടി എഴുതി വെച്ചതും അന്വേഷണത്തിന് സഹായകമായി. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. പത്തനംതിട്ട, ഇലവന്തിട്ട സ്റ്റേഷനുകളിലായി 5 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 5 പ്രതികൾ ഇലവന്തിട്ട സ്റ്റേഷനിൽ ഇന്നലെ അറസ്റ്റിലായി. 10 പേരെ പത്തനംതിട്ട പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുത്തു. ഇവരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. CWCക്ക് ലഭിച്ച മൊഴിയാണ് 5 വർഷം തുടർച്ചയായി നടന്ന പീഡന വിവരം പുറത്തുവരാൻ കാരണമായത്. പ്രാഥമികമായി ഞങ്ങൾ കേട്ടതിന് ശേഷം കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയാണ്. അതിൻ്റെ അസാധാരണത്വം ബോധ്യപ്പെട്ടാണ് ഞങ്ങളത് സൈക്കോളജിസ്റ്റിന് തന്നെ കൈമാറുന്നത്. സൈക്കോളജിസ്റ്റ് ആദ്യ റൗണ്ട് റിപ്പോർട്ട് ഏതാണ്ട് 62 പേരുടെ പേര് ഉൾപ്പെടുന്ന റിപ്പോർട്ട് തന്നു. പക്ഷേ അതിനുശേഷം കുട്ടിയുടെ ഈ ഫോണിലൂടെയുള്ള ഇൻട്രാക്ഷൻ സംബന്ധിച്ച് കുട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുട്ടി അച്ഛൻ്റെ ഫോണിലൂടെയാണത് നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയോട് ആവശ്യപ്പെട്ട് അച്ഛൻ്റെ ഫോൺ എത്തിച്ചു കൊടുക്കുന്നു. ആ ഫോണിലൂടെ ഈ പ്രതികളായിട്ടുള്ള ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ 40ഓളം പേരുടെ നമ്പറുകൾ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് രണ്ടാമത് റിപ്പോർട്ട് കൂടി തന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ പ്രതികളെയും ഐഡൻറ്റിഫൈ ചെയ്യുകയും ആരൊക്കെ എന്നുള്ള നിലയ്ക്കും എവിടെ വെച്ചെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ആയിട്ട് തെളിവ് ശേഖരണം പുരോഗമിക്കുന്നതാണ് പോലീസിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. 13 വയസ്സ് മുതൽ നിരന്തര പീഡനത്തിന് ഇരയായി എന്നാണ് ഇപ്പോൾ 18 വയസ്സുള്ള പെൺകുട്ടിയുടെ മൊഴി. കായികതാരമായ പെൺകുട്ടിയെ പരിശീലകനും ആൺ സുഹൃത്തുക്കളും പിതാവിന്റെ സുഹൃത്തുക്കളും അടക്കമുള്ളവർ പീഡിപ്പിച്ചുവെന്നാണ് മൊഴി. ജനം, പത്തനംതിട്ട. MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് മടക്കി വിജിലൻസ് ഡയറക്ടർ. കൂടുതൽ വ്യക്തത വേണമെന്ന് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത. തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് SP ആണ് അന്വേഷണം നടത്തിയത്. വിശദമായ അന്വേഷണം നടത്തി ഫയലുമായി നേരിട്ടെത്തണം. അനധികൃത സ്വത്ത് സമ്പാദനത്തിലടക്കമാണ് MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയത്. അൻവറിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും പരാതികൾ തെളിയിക്കാനുള്ള യാതൊരു രേഖകളും സമർപ്പിച്ചില്ല എന്നും അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താനില്ലായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ റിപ്പോർട്ടിൽ വ്യക്തതയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത റിപ്പോർട്ട് മടക്കിയത്. തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് SP ആണ് അന്വേഷണം നടത്തിയത്. വിശദമായ അന്വേഷണം നടത്തി ഫയലുമായി നേരിട്ടെത്തണമെന്നാണ് നിർദ്ദേശം. അനധികൃത സ്വത്ത് സമ്പാദനത്തിലടക്കമാണ് MR അജിത് കുമാറിന് ക്ലീൻ ഷീറ്റ് നൽകിയത്. കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലെ മരമുറി എന്നീ ആരോപണങ്ങളിലാണ് ADGPക്ക് അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിച്ചത്. DGP ആയി സ്ഥാനക്കയറ്റം നൽകാനുള്ള സർക്കാർ തീരുമാനത്തിന് പിന്നാലെയായിരുന്നു വിജിലൻസിന്റെ ക്ലീൻ ഷീറ്റ്. കവടിയാറിലെ വീട് നിർമ്മാണത്തിൽ SBIയിൽ നിന്ന് MR അജിത് കുമാർ 1.5 കോടി രൂപ വായ്പ എടുത്തിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. വീട് നിർമ്മാണം യഥാസമയം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സ്വത്ത് വിവര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഇതൊക്കെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനമില്ലാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം. എറണാകുളം അങ്കമാലി ബിഷപ്പ് ഹൌസിന് മുന്നിലെ പോലീസ് നടപടിയിൽ ADM സ്ഥലത്തെത്തുമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയെന്ന് പ്രതിഷേധക്കാർ. ADM വന്നില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കും. കൂടുതൽ വൈദികരും വിശ്വാസികളും സ്ഥലത്തെത്തുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ജിജീഷ് കരുണാകരൻ ചേരുന്നു വിവരങ്ങളുമായി. ജിജീഷ്, എറണാകുളം അങ്കമാലി ബിഷപ്പ് ഹൌസിന് മുന്നിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. എന്തായാലും ADM എത്തും എന്നാണ് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയതായി പ്രതിഷേധക്കാർ ഇപ്പോൾ പറയുന്നത്. ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. ഇവിടെ രാവിലെ മുതൽ പുലർച്ചെ മുതൽ തന്നെ വൈദികരെ നീക്കിയ ആ സമയം മുതൽ തന്നെ ആരംഭിച്ച ഒരു സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുന്നു. എറണാകുളം ബിഷപ്പ് ഹൗസിന് മുന്നിൽ വൈദികരെ അനുകൂലിക്കുന്ന വിശ്വാസികളുടെ വിഭാഗം ഇപ്പോഴും തമ്പടിച്ചിരിക്കുകയാണ്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് വൈദികർക്ക് ബന്ധപ്പെട്ട അവരെ പുറത്താക്കിയ വൈദികരെ ആ ഒരു നടപടി പിൻവലിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ബലം പ്രയോഗിച്ചാണ് നീക്കിയത്. അവർക്ക് പരിക്കേൽക്കുന്ന ഒരു പശ്ചാത്തല സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിൽ അവരെ തിരിച്ചു കയറ്റണം എന്ന ഒരു കാര്യമാണ് പറയുന്നത്. എന്നാൽ അല്പസമയത്തിനകം തന്നെ ADM എത്തി ചർച്ച നടത്തുമെന്ന ഒരു കാര്യം ജില്ലാ കളക്ടറും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ തങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾക്ക് ഒരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമാണ് ഈ സമരത്തിൽ നിന്ന് പിന്മാറുക എന്ന കാര്യമാണ് പ്രധാനമായും ഇവിടെ സമരരംഗത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ഏകീകൃത കുർബാനയെ എതിർക്കുന്ന വിഭാഗം വൈദികർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. പുലർച്ചെ മുതൽ തന്നെ ഇവിടെ സംഘർഷാവസ്ഥ
അരക്ഷാവസ്ഥ ആരംഭിച്ചിരുന്നു. ബിഷപ്പ് ഹൗസിനകത്ത് സമരം ചെയ്തിരുന്ന 21 വൈദികരെയും വലിച്ചിഴച്ചായിരുന്നു പുറത്തേക്ക് നീക്കിയത്. രൂപതാ നേതൃത്വത്തിൽ നിന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ ഒരു നടപടി ഉണ്ടായിരുന്നത്. ഇങ്ങനെയൊരു ബലപ്രയോഗത്തിനിടയിൽ ചില വൈദികർക്ക് പരിക്ക് പറ്റിയതായും ആക്ഷേപമുയർന്നു. ഇതോടെയാണ് വിശ്വാസികൾ വലിയൊരു വിഭാഗം പള്ളിക്ക് മുന്നിൽ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ബസിലിക്ക കേന്ദ്രീകരിച്ചുകൊണ്ട് വൈദികരും വിശ്വാസികളുമാണ് സംഘടിച്ചിരിക്കുന്നത്. നിരവധി തവണ പല ഘട്ടങ്ങളിലായി പോലീസും ഒപ്പം തന്നെ ഇവിടുത്തെ വിശ്വാസികളും തമ്മിൽ സംഘർഷവും ബലപ്രയോഗവും എല്ലാം ഉണ്ടായി. ഗേറ്റ് തള്ളി തുറന്ന് അകത്ത് കടക്കാനുള്ള ഒരു നീക്കം ഇതിനിടയിൽ ഇപ്പോൾ വിശ്വാസികൾ നടത്തുകയാണ്. നേരത്തെ തന്നെ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഇതിപ്പോൾ കയറുകൾ കെട്ടിവലിച്ച് ഗേറ്റ് തകർത്ത് അകത്ത് കയറുക എന്ന ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇതിനിടയിൽ ചർച്ചകൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ ചർച്ചകളിലേക്ക് നീങ്ങിയില്ല എങ്കിൽ പ്രശ്നം കൂടുതൽ രൂക്ഷമാവുന്ന അല്ലെങ്കിൽ വഷളാവുന്ന ഒരു പശ്ചാത്തലവും സാഹചര്യവും തന്നെയാണ് ഉള്ളത്. ഒപ്പം തന്നെ സമരക്കാരുടെ ആവശ്യങ്ങളിൽ തീരുമാനമാകാതെ ഇനിയൊരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന ഒരു നിലപാട് കൂടി ഇവിടെ സമരരംഗത്തുള്ള ആളുകളും വിശ്വാസികളും വൈദികരും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന വൈദികരും ചൂണ്ടിക്കാണിക്കുന്നു. സഭാ സിനഡ് സമാപിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു വിഷയം ഏകീകൃത കുർബാനയിൽ തുടങ്ങിയ ഒരു വിഷയം ഇപ്പോൾ പരസ്യമായുള്ള സംഘർഷത്തിലേക്ക് തന്നെ നീങ്ങുന്നത്. നേരത്തെയും നിരവധി തവണ ഈ ബിഷപ്പ് ഹൗസിന് മുന്നിൽ വിശ്വാസികളുടെ പ്രതിഷേധങ്ങൾക്ക് ഇവിടെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ രൂക്ഷമായിരിക്കുന്നു, ആ പ്രതിഷേധങ്ങൾ ശക്തമായിരിക്കുന്നു എന്നത് തന്നെയാണ്. വൈദികർ ഉന്നയിക്കുന്ന എല്ലാ ആവശ്യങ്ങൾക്കും പരിഹാരം ഉണ്ടായില്ല എങ്കിൽ, ആ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ ശക്തമായി തന്നെയുള്ള പ്രതിഷേധവുമായി ഇതേ ഗേറ്റിന് മുന്നിൽ തുടരുമെന്ന കാര്യമാണ്. എന്നാൽ ഇതിനിടയിൽ ജില്ലാ ഭരണകൂടവും പോലീസുമെല്ലാം ചർച്ചകൾക്കുള്ള സാധ്യതകൾ, വഴികളെല്ലാം തന്നെ തേടുന്നുണ്ട്. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്ന കാര്യമാണ് പ്രധാനമായും അവർ ചിന്തിക്കുന്നത്. അത്തരത്തിലുള്ള സമവായ ചർച്ചകൾക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ പ്രതിഷേധം പലതവണ കനക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ എവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഗേറ്റ് തുറക്കാനും ഗേറ്റ് വലിച്ച് നീക്കാനുമെല്ലാം, ബലം പ്രയോഗിച്ച് നീക്കാനുമെല്ലാമുള്ള നീക്കങ്ങൾ അവിടെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് പോലീസ് സംഘം നിലയുറപ്പിച്ചിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ വൈദികരെ നീക്കാൻ ശ്രമിച്ചപ്പോൾ മുതലുള്ള ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒരു ഭാഗത്ത് ജനാഭിമുഖ കുർബാന തന്നെ വേണമെന്ന് ആവശ്യപ്പെടുന്ന വിശ്വാസികളും അതിനെ അനുകൂലിക്കുന്ന വൈദികരും ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ മറുഭാഗത്ത് പോലീസ് സന്നാഹവും ആണുള്ളത്. ഇതിനകത്ത് അവിടെ സിനഡിനെ അനുകൂലിക്കുന്ന വിശ്വാസികളിൽ ചിലർ ഉണ്ട് എന്ന ഒരു പ്രചാരണം കൂടി നടക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഒരു സംഘർഷാവസ്ഥയിലേക്ക് അത്തരം സമയങ്ങളിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോവുകയാണെങ്കിൽ അത്തരം പ്രതിരോധങ്ങൾ ഉണ്ടാകുമോ എന്നൊരു സംശയവും ഈ ഒരു ഘട്ടത്തിലുണ്ട്. എന്നാൽ പോലീസ് എല്ലായിടത്തും ശക്തമായി തന്നെയുള്ള ഒരു ബന്ദോബസ്ത് ഏർപ്പെടുത്തുകയും കൂടുതൽ ആളുകളെ ഇതിനകത്തേക്ക് കയറ്റാതിരിക്കാൻ വേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ നിരവധി തവണയായി സംഘർഷങ്ങൾ കനക്കുകയാണ്. ജിജീഷ്, നമുക്കറിയാം ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായി ഇത്തരത്തിൽ പല സാഹചര്യങ്ങളും സംഘർഷാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ബിഷപ്പ് ഹൗസിന് മുന്നിലുള്ള ഈ സംഘർഷാവസ്ഥ പരിഹരിക്കാൻ ഒരുപക്ഷെ വിമത വൈദികർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. പക്ഷേ അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ സാധിക്കും എന്ന് ഈ മണിക്കൂറുകളിൽ കരുതാൻ കഴിയില്ലല്ലോ. കാരണം വത്തിക്കാൻ പോലും ഇടപെട്ട വിഷയമായതുകൊണ്ട് തന്നെ ഇതിൽ തുടർന്നുള്ള ഒരു നടപടികൾ ഇന്നത്തെ ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുന്നതല്ലല്ലോ. പിന്നെ എന്താണ് വിമത വൈദികർ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ADM സ്ഥലത്തെത്തി ചർച്ച നടത്തും എന്ന് പറയുമ്പോൾ ഇവരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇവിടെ ഒരു സമവായ ചർച്ചകളിലൂടെ ഒരു പ്രശ്നങ്ങൾ അതിവേഗത്തിൽ തീരാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം അത്ര രൂക്ഷമാണ് ഒരു സംഘർഷ സാധ്യതകൾ. മാത്രമല്ല ആവശ്യങ്ങൾ ശക്തമാണ്. ഏതെങ്കിലും തരത്തിൽ അതിൽ കുറച്ച് മാത്രം ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ ഈ സമരം പിൻവലിക്കാൻ ഇപ്പോൾ ഈ പ്രതിഷേധ രംഗത്ത് നിൽക്കുന്ന ആളുകൾ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ജില്ലാ ഭരണകൂടവും ADM എല്ലാം ഇതിനെ കൈകാര്യം ചെയ്യുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. എങ്ങനെ ഈ ഒരു സംഘർഷ സാധ്യതകൾ കുറയ്ക്കാൻ വേണ്ടി, ലഘൂകരിക്കാൻ വേണ്ടി കഴിയും, പ്രശ്നങ്ങളെ എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും എന്നത് തന്നെയാണ് വളരെ ശക്തമായി തന്നെ അവിടെ ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ ADM എല്ലാം തന്നെ പോലീസും എല്ലാം ആലോചിക്കുന്നത്. കാരണം ഈ ഒരു സംഘർഷ സാധ്യതയ്ക്ക് അയവ് വരേണ്ടതുണ്ട്. വൈദികരടക്കമാണ് പ്രതിഷേധ രംഗത്തുള്ളത് എന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു ബലപ്രയോഗമോ അല്ലെങ്കിൽ മറ്റൊരു പോലീസ് ആക്ഷനോ സാധ്യതകൾ വളരെ കുറവാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ ലഭിച്ചാൽ മാത്രമായിരിക്കും ഒരു ശക്തമായ ബലപ്രയോഗത്തിലൂടെ ഇവരെ
നീക്കം ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയുള്ളൂ. അതിനു മുമ്പായി പരമാവധി ചർച്ചകളിലൂടെ സമവായത്തിലൂടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യം തന്നെയാണ് ഇവിടെ ആലോചിക്കുന്നത്. ഇതിനിടയിൽ നിരവധി തവണയായി ബലപ്രയോഗങ്ങൾ, ഉന്തും തള്ളും സംഘർഷങ്ങളെല്ലാം തന്നെ നടക്കുന്നു. ഓരോ തവണയും വിശ്വാസികൾ അതിനകത്തേക്ക് നീങ്ങി കയറാൻ വേണ്ടി ഗേറ്റിന് ഉള്ളിലേക്ക്, ബിഷപ്പ് ഹൗസിനുള്ളിലേക്ക്, എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൗസിലെ മേജർ ആർച്ച് ബിഷപ്പ് ഹൗസിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് അവർ നടത്തുന്നത്. അവിടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് സിനഡിൽ നിന്ന് ഉണ്ടാകുന്നത്. ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് ഈ സഭാ തലപ്പത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. അത് വൈദികരെ ഉൾക്കൊള്ളുന്നതല്ല, അത് വിശ്വാസികളുടെ മുഴുവൻ അഭിപ്രായങ്ങൾക്ക് അനുയോജ്യമായതല്ല എന്ന കാര്യമാണ് അവർ പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് തന്നെ വൈദികർക്കെതിരായ നടപടി ഇപ്പോൾ അത് ഒഴിവാക്കുക, തങ്ങൾ പിന്തുണയ്ക്കുന്ന, ഒപ്പം തന്നെ ഈ ഏകീകൃത കുർബാനയെ എതിർക്കുന്ന, സിനഡ് തീരുമാനങ്ങളെ എതിർക്കുന്ന വൈദികരെ, അവർക്കെതിരെ ഇപ്പോൾ നടത്തിയിട്ടുള്ള ബലപ്രയോഗങ്ങൾ, അതിൽ അവർക്ക് പരിക്കേൽക്കാനുണ്ടായ സാഹചര്യം, ഒപ്പം തന്നെ അവർക്കെതിരെ സ്വീകരിച്ചിരിക്കുന്ന അച്ചടക്ക നടപടികൾ, അതെല്ലാം തന്നെ പിൻവലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമായിരിക്കും ഇവിടെ ഒരു സമവായ സാധ്യതകൾ ഉള്ളൂ എന്ന കാര്യമാണ് ഇവിടെയുള്ള വിശ്വാസികൾ എല്ലാം തന്നെ, അൽമായ സംഘങ്ങളെല്ലാം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾക്ക് ശേഷം ഒരു അന്തിമ പരിഹാരമുണ്ടായാൽ മാത്രമാണ് ഇവിടെ നിന്ന് പിന്മാറുക എന്ന കാര്യം തന്നെയാണ് ബന്ധപ്പെട്ട സമരരംഗത്തുള്ള ആളുകളുടെ വിവിധ സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്നു എന്നത് സംഘർഷ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. നിലവിലുള്ള വൈദികരോടൊപ്പം തന്നെ ഓരോ ഇടവകളിൽ നിന്നുമുള്ള വിശ്വാസികൾ, അല്ലെങ്കിൽ നിലവിൽ സിനഡിനെ എതിർക്കുന്ന വിഭാഗത്തുള്ള പള്ളികളിൽ നിന്നുള്ള വിശ്വാസികൾ, അവരാണ് കൂടുതലായി ഇവിടെ എത്തിയിട്ടുള്ളത്. ശരി, ബിഷപ്പ് ഹൗസിന് മുന്നിൽ വിമതരുടെ പ്രതിഷേധം കടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ കുട്ടനാട് MLA-ക്കെതിരെ ഇന്നും രൂക്ഷ വിമർശനം. തോമസ് കെ തോമസിനെ ഒരു കാരണവശാലും മന്ത്രിയാക്കരുതെന്ന പ്രതിനിധികൾ. കുട്ടനാട് MLA പൂർണ്ണ പരാജയം. കുട്ടനാടിനെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ഒരു ധാരണയുമില്ലാത്ത ആളാണ് തോമസ് കെ തോമസ് എന്നും പ്രതിനിധികൾ ആരോപിച്ചു. നിഷ ദിലീപ് ചേരുന്നു. നിഷ, വിവരങ്ങൾ. പുരോഹിണി, CPM ജില്ലാ സമ്മേളനത്തിന്റെ 2ാം ദിവസമായി ഇന്ന് പ്രതിനിധി സമ്മേളനം നടക്കുകയാണ്. മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ മുഴുവൻ സമയ സാന്നിധ്യമായി സമ്മേളനത്തിലുണ്ട്. ഇന്ന് ഇപ്പോൾ പ്രതിനിധി സമ്മേളനം നടക്കുന്നതിനിടയിലാണ് പ്രതിനിധികൾക്കിടയിൽ നിന്നും കുട്ടനാട് MLA-ക്കെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത്. കുട്ടനാട് MLA തോമസ് കെ തോമസ് ഒരു പരാജയമാണ് എന്നാണ് പ്രതിനിധികൾ പറയുന്നത്. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കരുത്, യാതൊരു കാരണവശാലും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കരുത്. ഒപ്പം തന്നെ CPM ഈ സീറ്റ് ഏറ്റെടുക്കണം. യാതൊരു സ്വാധീനവുമില്ലാത്ത NCPക്ക് കുട്ടനാട് സീറ്റ് കൊടുക്കരുത് എന്നാണ് കുട്ടനാട്ടിൽ നിന്ന് തന്നെയുള്ള പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പറഞ്ഞത്. കുട്ടനാട് MLA പൂർണ്ണ പരാജയമാണെന്നും പ്രതിനിധികൾ പറഞ്ഞു. ഇന്നലെ നടന്ന ചർച്ചയിലും തോമസ് കെ തോമസിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു. മാത്രമല്ല CPI-ക്കെതിരെയും ഈ പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനം ഉയരുന്നുണ്ട്. CPM-ന്റെ തണലിൽ വളരുകയും പ്രതിസന്ധി ഘട്ടത്തിൽ CPM-നെ തള്ളിപ്പറയുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPI. ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള CPI വകുപ്പുകളുടെ പ്രവർത്തനം വൈകല്യത്തിന്റെ പേരിൽ സർക്കാരിനാകെ പഴി കേൾക്കേണ്ടി വരുന്നു എന്നും വിമർശനം ഉണ്ടായിട്ടുണ്ട്. മാധ്യമങ്ങൾക്കെതിരെ യു പ്രതിഭ വിമർശനം ഉന്നയിച്ചു. വസ്തുതകൾ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നുവെന്നായിരുന്നു യു പ്രതിഭയുടെ വിമർശനം. ചില മാധ്യമങ്ങൾക്ക് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ വാർത്തകളെല്ലാം വളച്ചൊടിച്ചാണ് മാധ്യമങ്ങൾ നൽകുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഈ പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനം ഉയർന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. രോഹിണി. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. CPM നേതാവ് വെള്ളനാട് ശശി അമ്മയെയും കുട്ടിയെയും ആക്രമിച്ച സംഭവത്തിൽ DGPയുടെ ഇടപെടൽ. പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരമാണ് പോലീസ് കേസെടുത്തത്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. CPM നേതാവ് വെള്ളനാട് ശശി അമ്മയും കുഞ്ഞിനെയും മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് നിസ്സാര വകുപ്പുകൾ ചുമത്തി ശശിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് DGPയുടെ ഇടപെടൽ. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് കേസെടുക്കാൻ ആറനാട് പോലീസിന് DGP നിർദ്ദേശം നൽകി. പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരം കേസെടുക്കാനാണ് നിർദ്ദേശം. അതിക്രമത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട് 28 ദിവസത്തിനുള്ളിൽ ദേശീയ പട്ടികജാതി കമ്മീഷനിൽ നൽകണമെന്ന് DGPയോട് കമ്മീഷൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു.
ഉന്നത CPM നേതാക്കളുടെ ഇടപെടലാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടും വെള്ളനാട് ശശിയെ പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം. കഴിഞ്ഞ ദിവസം വെള്ളനാട് പഞ്ചായത്ത് സെക്രട്ടറിയെ ജാതി അധിക്ഷേപം നടത്തിയതിന് ശശിയുടെ സഹോദരനെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ചെന്ന പരാതിയിൽ DMO വിശദമായ റിപ്പോർട്ട് തേടി. അത്തോളി സ്വദേശി PM രാജനാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ചികിത്സയ്ക്കിടയിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ടപ്പോൾ ആരും ചികിത്സ നൽകിയില്ലെന്ന് രാജന്റെ ബന്ധുക്കൾ പരാതി ഉന്നയിച്ചിരുന്നു. ജനം TVയാണ് ഈ വാർത്ത ആദ്യം പുറത്തുകൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസമാണ് കാലിലെ മുറിവുമായി അത്തോളി സ്വദേശി വയോധികനായ രാജൻ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ചികിത്സയ്ക്കിടെ രാത്രിയിൽ രാജന് നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നു. വിവരം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെയും ആശുപത്രി അധികൃതരെയും അറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് കുടുംബം ഉന്നയിച്ച പരാതി. കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ രാജൻ രക്ഷപ്പെടുമായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ജനം TV ആയിരുന്നു. ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് DMO ഇപ്പോൾ ആശുപത്രിയോട് വിശദമായ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ആശുപത്രി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. ജനം, കോഴിക്കോട്. മരുന്നുകൾ വാങ്ങിയതിന്റെ പണം ആവശ്യപ്പെട്ട് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ സർക്കാരിന് കത്ത് നൽകിയിട്ടും നടപടിയില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ആരോഗ്യമേഖലയ്ക്ക് തിരിച്ചടിയാകുന്നു. പണം നൽകാത്തതിനാൽ ആശുപത്രികളിലേക്കുള്ള മരുന്ന് വിതരണം പൂർണ്ണമായി നിർത്താനൊരുങ്ങുകയാണ് കമ്പനികൾ. സംസ്ഥാനത്ത് മരുന്ന് സംഭരണത്തിലെ കുടിശ്ശിക അനുവദിക്കുന്നതിൽ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഗുരുതര വീഴ്ചയാണ്. കുടിശ്ശിക തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ധനവകുപ്പിന് കത്ത് നൽകിയിട്ടും പ്രയോജനമില്ല. പണമില്ലാത്തതിനാൽ അവശ്യ മരുന്നുകൾ ഉൾപ്പെടെ വിപണിയിൽ എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. ഇതോടെയാണ് KMSCL MD ഡോക്ടർ വിനയ് ഗോയൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് കത്ത് നൽകിയത്. മരുന്ന് കമ്പനികളുടെ കുടിശ്ശിക തീർത്തില്ലെങ്കിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ കത്ത് നൽകിയ ആഴ്ചകൾ പിന്നിട്ടിട്ടും നടപടിയില്ല. ഇതോടെ ആശുപത്രികളിലേക്കുള്ള മരുന്ന് വിതരണം പൂർണ്ണമായി നിർത്താനാണ് വിതരണ കമ്പനികളുടെ തീരുമാനം. 90 കോടി കുടിശ്ശികയുള്ളതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള വിതരണം കഴിഞ്ഞ ദിവസം പൂർണ്ണമായി നിർത്തിയിരുന്നു. മരുന്നുക്ഷാമം സംബന്ധിച്ച വാർത്ത ജനം TV നൽകിയതിനെ തുടർന്ന് എല്ലാ ആശുപത്രികളിലും മരുന്നെത്തിക്കാൻ ആരോഗ്യമന്ത്രി KMSCL-ന് നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് മരുന്നെത്തിക്കുകയും 116 കോടി അനുവദിക്കുകയും ചെയ്തു. എന്നാൽ കുടിശ്ശിക തുക പൂർണ്ണമായി കമ്പനികൾക്ക് നൽകിയിട്ടില്ല. 500 കോടിയിലധികം രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ മരുന്ന് കമ്പനികൾക്ക് നൽകാനുള്ളത്. സർക്കാർ ഇനിയും തുക അനുവദിച്ചില്ല എങ്കിൽ അതിരൂക്ഷമായ മരുന്നുക്ഷാമമാകും സംസ്ഥാനം നേരിടേണ്ടി വരിക. ജനം, തിരുവനന്തപുരം. ഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള ഓഫീസുകളിൽ ഒരു സീറ്റിലും 5 ദിവസത്തിൽ കൂടുതൽ ഫയൽ തീരുമാനമാകാതെ വെച്ച് താമസിപ്പിക്കാൻ പാടില്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ കർശന നിർദ്ദേശം. ഇതിൽ വീഴ്ച വരുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ക്രമീകരണം ഉണ്ടാകണം. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരെ അടിയന്തരമായി സ്ഥലം മാറ്റാനും മന്ത്രിയുടെ സർക്കുലറിൽ പറയുന്നു. ഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള ഓഫീസുകളിലെ ഓഫീസ് സംവിധാനം ഊർജിതമാക്കാനും ഫയലുകൾ തീർപ്പാക്കുന്നില്ലെന്ന മോട്ടോർ വാഹന വകുപ്പ് അടക്കമുള്ള ഓഫീസുകൾക്കെതിരായ പരാതികൾക്ക് പരിഹാരമായുമാണ് ഗതാഗത മന്ത്രിയുടെ പുതിയ സർക്കുലർ. ഗതാഗത വകുപ്പിന് കീഴിലുള്ള KSRTC സ്വിഫ്റ്റ്, KTDFC, സംസ്ഥാന ജലഗതാഗത വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ്, ശ്രീത്ര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നീ ഓഫീസുകൾക്ക് സർക്കുലർ ബാധകമാണ്. വരുന്ന തിങ്കളാഴ്ച മുതൽ ഓഫീസുകളുടെ പ്രവർത്തനത്തിൽ പരിഷ്കരണാടിസ്ഥാനത്തിൽ സർക്കുലറിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കണം. ഓഫീസ് സംവിധാനമുള്ള ഓഫീസുകളിൽ മതിയായ കാരണമില്ലാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഫയലുകൾ 5 ദിവസത്തിനകം നീക്കാതിരിക്കുന്നോ എന്ന് പരിശോധിക്കാൻ എല്ലാ ഓഫീസിലും ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തണം. വീഴ്ച വരുത്തുന്നവരെ ചുമതലയിൽ നിന്നും ഓഫീസിൽ നിന്നും അടിയന്തരമായി സ്ഥലം മാറ്റാനാണ് നിർദ്ദേശം. എല്ലാ മാസവും സ്ഥാപന മേധാവി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് മന്ത്രിയുടെ ഓഫീസിന് കൈമാറണം. മാർച്ച് 31 മുമ്പ് പൂർണ്ണതോതിൽ നിർദ്ദേശം നടപ്പാക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. KSRTCയുടെ താഴെത്തട്ടിൽ വരെ കമ്പ്യൂട്ടർവൽക്കരണം പൂർത്തിയാകുന്നതോടെ അവിടെയും ഓഫീസ് സംവിധാനം പൂർണ്ണതോതിൽ നടപ്പാക്കണം. അതുവരെ ഫിസിക്കൽ ഫയലുകളുടെ പോക്കുവരവ് രജിസ്റ്ററിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാനുമാണ് മന്ത്രി നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇതേസമയം പൊതുജനങ്ങളുടെ പരാതി കേൾക്കേണ്ടി വരുന്നത് ഫയലുകൾ തീർപ്പാക്കാൻ സമയക്കുറവ് വരുത്തുന്നു എന്ന ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം മാനിച്ച് മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ പൊതുജനങ്ങളുടെ പ്രവേശനം രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ നിജപ്പെടുത്തിയിട്ടുണ്ട്.
സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. കേരളത്തിലേക്കുള്ള കന്നുകാലികളെ തമിഴ്നാട്ടിൽ തടഞ്ഞുവച്ചിരിക്കുന്നതായി പരാതി. ആന്ധ്ര തമിഴ്നാട് ബോർഡറിലാണ് ഗുണ്ടാ സംഘം തടഞ്ഞുവച്ചിരിക്കുന്നത്. വെല്ലൂരിനടുത്തുള്ള ഗുഡിയാത്തത്തിലാണ് 40 ലോഡുകൾ തടഞ്ഞുവച്ചിരിക്കുന്നത്. കച്ചവടക്കാർ ചന്തയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും കന്നുകാലി കച്ചവടക്കാർ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? പാലക്കാട് കുഴൽമന്നം കന്നുകാലി ചന്തയ്ക്ക് മുന്നിലാണ് ഇന്ന് കച്ചവടക്കാർ പ്രതിഷേധിച്ചത്. എല്ലാ ശനിയാഴ്ചകളിലുമാണ് ഈ ചന്ത നടക്കാറുള്ളത്. പക്ഷേ ഇന്ന് ചന്തയിലേക്ക് കന്നുകാലികളുമായുള്ള ലോഡ് എത്തിയിട്ടില്ല. ഇവർ പറയുന്നത് കേരളത്തിലേക്കുള്ള ഈ കന്നുകാലികളെ തമിഴ്നാട്ടിൽ തടഞ്ഞു വെച്ചിരിക്കുന്നതായിട്ടാണ് പറയുന്നത്. ആന്ധ്ര തമിഴ്നാട് ബോർഡറിൽ വെല്ലൂരിനടുത്തുള്ള ഗുഡിയാത്തിലാണ് 40 ലോഡുകൾ തടഞ്ഞു വെച്ചതായി പറയുന്നത്. ഒരു സംഘം ഗുണ്ടകളും അതിനെ പോലീസും ഒത്താശ ചെയ്ത് ഈ ലോഡുകളെ അവിടെ തടുത്തിരിക്കുന്നതായിട്ടാണ് കച്ചവടക്കാർ പറയുന്നത്. ഏതായാലും സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും ഇങ്ങനെ ഈ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ആന്ധ്ര തമിഴ്നാട് ബോർഡർ ഭാഗങ്ങളിൽ വാഹനങ്ങൾ തടയുകയും പണം ആവശ്യപ്പെടും. 10,000 20,000 രൂപയൊക്കെയാണ് ഓരോ വാഹനങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നത്. വാഹനങ്ങൾ പണം നൽകാതെ ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് നേരെ ഇത്തരത്തിലുള്ള ഈ വാഹനങ്ങൾ തടഞ്ഞു വെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുന്നു. ഈ ഗുണ്ടാ സംഘത്തിന് പോലീസും ഒത്താശ ചെയ്യുന്നതായിട്ടാണ് കച്ചവടക്കാർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നാണ് കച്ചവടക്കാർ ആവശ്യപ്പെടുന്നത്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന അതിർത്തി കടന്നുള്ള മാലിന്യ നിക്ഷേപത്തിൽ തലകുനിച്ച് കേരളം. കന്യാകുമാരിയിൽ മാലിന്യം നിക്ഷേപിക്കാനെത്തിയ വാഹനങ്ങൾ പിടികൂടിയ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട തമിഴ്നാട് പോലീസ്. മാലിന്യങ്ങൾ അതിർത്തി കടത്താൻ ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായി തമിഴ്നാട്ടിൽ അറസ്റ്റിലായ പ്രതികളുടെ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ പോലീസ് പിടികൂടിയതിന് പിന്നാലെയാണ് വീണ്ടും മാലിന്യ നിക്ഷേപം ചർച്ചയാകുന്നത്. സംഭവത്തിൽ 5 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും 9 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരത്തെ മുന്തിയ ഹോട്ടലുകളിലെ ഭക്ഷണാവശിഷ്ടം അടക്കമുള്ള മാലിന്യങ്ങളാണ് തമിഴ്നാട്ടിലേക്ക് കടത്തിയത്. ചെക്ക് പോസ്റ്റുകൾ ഇല്ലാത്ത ഗ്രാമീണ വഴികളിലൂടെ അതിർത്തി കടത്തി ഉപേക്ഷിക്കാനായിരുന്നു പദ്ധതി. ഇത്തരത്തിൽ നിരവധി വാഹനങ്ങൾ സംസ്ഥാന അതിർത്തി കടന്ന മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നുണ്ടെന്നാണ് വിവരം. അതിർത്തി കടന്നുള്ള മാലിന്യ നിക്ഷേപത്തിന് ഏജന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരവും തമിഴ്നാട് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാത്തതാണ് മാലിന്യ വാഹനങ്ങൾ അതിർത്തി കടക്കാൻ കാരണമെന്നാണ് ആക്ഷേപം. മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ എന്നറിയാൻ നിരീക്ഷണം ശക്തമാക്കുമെന്ന് അറിയിച്ചെങ്കിലും നടപടികൾ എങ്ങുമെത്തിയില്ല. കഴിഞ്ഞ മാസം തിരുനെൽവേലി ജില്ലയിലെ വിവിധയിടങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള ആശുപത്രി മാലിന്യങ്ങൾ നിക്ഷേപിച്ചതിൽ വലിയ നാണക്കേടാണ് സർക്കാരിന് ഉണ്ടാക്കിയത്. അതിനു പിന്നാലെ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് തലസ്ഥാന നഗരിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ സംസ്ഥാന അതിർത്തി കടന്ന് തമിഴ്നാട്ടിലെത്തിയത്. ജനം, തിരുവനന്തപുരം. കണ്ണൂർ കമ്പിലിലെ +1 വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത്. കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ ഭവത് മാനവ് ആത്മഹത്യ ചെയ്തത് സ്കൂളിലെ അധ്യാപകരിൽ ചിലർ തല്ലിയതിന്റെ വിഷമത്തിലാണ് എന്നാണ് ആരോപണം. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം പോലീസിൽ പരാതി നൽകി. എന്നാൽ കുട്ടികളെ തല്ലി പഠിപ്പിക്കാറില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് കമ്പിലെ മനോജ് ഷീബ ദമ്പതികളുടെ മകനായ ഭവത് മാനവിനെ വീടിന്റെ മുകൾ നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഭവത്തിനെ സ്കൂളിലെ അധ്യാപകരിൽ ചിലർ തല്ലിയെന്നും ഇതിന്റെ മനോവിഷമത്തിലാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്നും കുടുംബം ആരോപിക്കുന്നു. സ്കൂളിൽ നിന്ന് അവൻ ഉച്ചയ്ക്ക് കരഞ്ഞോണ്ടാണ് വന്നിനി. അവൻ ഞാനിട്ടില്ല, ഞാൻ വയനാട്ടിലാണ് പഠിക്കുന്നു, പോളിയിലാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഉച്ചയ്ക്ക് അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞ് ഇവനിങ്ങനെ കരഞ്ഞിട്ടാണ് വന്നിനി. എന്നാൽ പ്രശ്നം ചോദിച്ചപ്പോൾ സാറിങ്ങനെ മുടി പറിക്കാത്തതിനും പഠിക്കാത്തതിനും വഴക്കുറഞ്ഞ് ചെയ് വിളിച്ചെന്നുള്ളിനി തിരിച്ചിനി അടിക്കുകയും ചെയ്യുന്ന പറഞ്ഞു. നിങ്ങളെ നിങ്ങളെ മുന്നിൽ വെച്ച് തല്ലാറിയാടുത്തൊന്നുമില്ല, ചവിട്ടിക്കൂട്ടുന്നെല്ലാം പറയണ്ടേ. അമ്മയോടാണ് വിളിച്ച് പറഞ്ഞു. അമ്മ എന്നോട് പറയുകയും ചെയ്തിനി. ഇവിടെ ഇനി സ്കൂളിൽ പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അത് കാരണം ആ ഒരു വിഷമം നല്ലോണം തട്ടി. ചെവിട് പിടിച്ച് നല്ലോണം തിരിച്ചു, ചെവിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു. സംഭവത്തിൽ നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം മയ്യിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കുട്ടിയെ തല്ലിയിട്ടില്ലെന്നും തല്ലി പഠിപ്പിക്കുന്ന പതിവില്ലെന്നും സ്കൂൾ പ്രിൻസിപ്പൽ ജനം ടിവിയോട് പറഞ്ഞു. കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം നൽകിയ പരാതിയിന്മേലുള്ള അന്വേഷണത്തിൽ പൂർണ്ണമായും സഹകരിക്കുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. ജനം, കണ്ണൂർ.
തിരുവനന്തപുരത്ത് യുവാവിനെ അയൽവാസി കുത്തിക്കൊന്നു. നെടുമ്പാറ സ്വദേശി സാജനാണ് മരിച്ചത്. അയൽവാസിയായ ഉണ്ണിയാണ് സാജനെ കുത്തിക്കൊലപ്പെടുത്തിയത്. ഉണ്ണി ഉൾപ്പെടെ 3 പേരെ നെടുമങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭാര്യയുമായുള്ള സൗഹൃദത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ്. രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും നടി ഹണി റോസ്. താനും കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുന്നെന്ന് സമൂഹമാധ്യമത്തിൽ പോസ്റ്റ്. ജനങ്ങളെ തനിക്കെതിരെ തിരിക്കാൻ രാഹുൽ ആസൂത്രണം നടത്തുന്നു. ഇതൊരു ആസൂത്രിത കുറ്റകൃത്യമാണെന്നും ഹണി റോസ് പറഞ്ഞു. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, കഴിഞ്ഞ ദിവസം തന്നെ രാഹുലിനെതിരെ തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ, ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ രംഗത്ത് വന്നിരുന്നു ഹണി റോസ്. എന്നാൽ നിയമ നടപടിയിലേക്ക് കടക്കുന്നു എന്നുകൂടിയാണ് ഹണി റോസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം തനിക്കെതിരെ നിരന്തരമായി തനിക്കും തന്റെ കുടുംബത്തിനുമെതിരായ നീക്കങ്ങൾ രാഹുൽ നടത്തുകയാണ് എന്ന കാര്യമാണ് പ്രധാനമായും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ PR ഏജൻസികളും രാഹുലും തനിക്കെതിരെ ആസൂത്രിതമായി പ്രവർത്തിക്കുകയാണ്. രാഹുലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. താനും കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദമാണ് നേരിടുന്നത്. അതിന്റെ കാരണക്കാരിൽ ഒരാൾ രാഹുൽ ഈശ്വർ തന്നെയാണ്. പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനുള്ള ശ്രമം രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ജനങ്ങളെ തനിക്കെതിരെ തിരിക്കാനുള്ള ആസൂത്രിത ശ്രമവും രാഹുൽ നടത്തുന്നുവെന്ന് പരാതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെയും മുൻ കുറിപ്പിലും ഇത്തരത്തിൽ തന്നെ രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് ശക്തമായി തന്നെ രംഗത്ത് വന്നിരുന്നു. ഹണി റോസിന്റെ എതിരായ ഭാഷകൾ അല്ലെങ്കിൽ ഭാഷാ ചാതുര്യമുണ്ട് എന്ന് കരുതി ഇത്തരത്തിലുള്ള വാക്കുകൾ തുടർച്ചയായി തന്നെ ഉപയോഗിക്കുകയാണ് രാഹുൽ ചെയ്യുന്നത്. തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായെന്നും അദ്ദേഹം പൂജാരി ആയിരുന്നെങ്കിൽ ആ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ എന്നെല്ലാം കഴിഞ്ഞ ഒരു പോസ്റ്റിലും ഹണി റോസ് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ചാനൽ ചർച്ചകളിലടക്കം പങ്കെടുത്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണച്ചുകൊണ്ടും ഹണി റോസിനെ വിമർശിച്ചുകൊണ്ടും നടത്തുന്ന തുടർച്ചയായ പോസ്റ്റുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതിക്ക് ആസ്പദമെന്ന് പറയുന്നത്. നേരത്തെ ബോബി ചെമ്മണ്ണൂർ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഉള്ള പോസ്റ്റുകൾ ഇട്ടതിനെ തുടർന്ന് കേസെടുക്കുകയും ഇപ്പോൾ റിമാൻഡിൽ തുടരുകയുമാണ്. ഇതോടൊപ്പം തന്നെ സമാനമായി ആ പോസ്റ്റിന് താഴെ മോശം കമന്റുകൾ ഇട്ട നിരവധി ആളുകൾക്കെതിരെ കേസുകൾ എടുത്തിരുന്നു. 30ഓളം പേർക്കെതിരെ കേസെടുക്കുകയും ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെയും തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്നു, തനിക്കെതിരായ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നു എന്നടക്കമുള്ള പരാതികൾ ഹണി റോസ് ഉന്നയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ ഒരു പരാതി പോലീസിന് നൽകാൻ, അന്വേഷണ സംഘത്തിന് നൽകാൻ തയ്യാറെടുക്കുകയാണ് ഹണി റോസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനാധിപത്യത്തെയും ഭാരതത്തെയുമാണ് അവഹേളിച്ചത്. വ്യാജ വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരുന്നു US നടപടി. വിസ നിഷേധിച്ചവർ ഭാരതത്തിന്റെ വിസയ്ക്കായി കാത്തുനിൽക്കുന്ന കാലം വരുമെന്ന് അന്ന് പറഞ്ഞതായും പ്രധാനമന്ത്രി ആദ്യ പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ ഓർത്തെടുത്തു. ഡൽഹി സർക്കാരിന്റെ വിവാദ മദ്യനയം കാരണം ഖജനാവിന് നഷ്ടമുണ്ടായെന്ന് CAG റിപ്പോർട്ട്. മദ്യനയം നടപ്പാക്കിയതിലെ ക്രമക്കേടുകൾ കാരണം ഖജനാവിന് 2026 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായെന്നാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കിയത്. ലൈസൻസുകൾ നൽകുന്നതിൽ കാര്യമായ വീഴ്ചയും നയവ്യതിയാനങ്ങളും ലംഘനങ്ങളും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിവരങ്ങൾ. രോഹിണി, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള CAG റിപ്പോർട്ട് ആം ആദ്മിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ്. CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ഡൽഹി സർക്കാരിന്റെ മദ്യനയം കാരണം ഖജനാവിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ളതാണ്. CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് മദ്യനയം നടപ്പിലാക്കിയതിലെ ക്രമക്കേടുകൾ കാരണം ഖജനാവിന് 2026 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായി എന്നുള്ളതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ വിവാദ മദ്യനയത്തിലൂടെ ലൈസൻസുകൾ അനുവദിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. ഒപ്പം നയവ്യതിയാനം, സർക്കാരിന്റെ നയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മദ്യനയം രൂപീകരിച്ചത് തുടങ്ങി ആം ആദ്മി സർക്കാരിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്ന തരത്തിലാണ് CAG റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത് 2026 കോടി രൂപയുടെ വരുമാന നഷ്ടം ഖജനാവിനുണ്ടായി എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഏകദേശം 600 കോടി രൂപ അഴിമതി പണമായി ഈ വിവാദ മദ്യനയം നടപ്പിലാക്കിയതിലൂടെ ആം ആദ്മി നേതാക്കൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്നും വിവിധ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഈ കേസിൽ
മുൻ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ ജയിലിൽ പോയിട്ടുണ്ട്. മുൻപ് അറസ്റ്റ് ചെയ്യുകയും അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്ത് ജയിലിലായിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ CAG റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുള്ളത്. വിവാദ മദ്യനയ അഴിമതിയിലൂടെ ഖജനാവിന് 2026 കോടി രൂപ നഷ്ടമുണ്ടായി എന്നുള്ളതാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള BJPയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തിറക്കും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകി. ഡൽഹിയിൽ ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധന തുടരുന്നു. ജഗ്പുരയിൽ നിന്ന് മയക്കുമരുന്നുമായി 2 അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തു. പിടിയിലാകുന്നവരെ മുഴുവൻ നാടുകടത്തുമെന്നും സൗത്ത് വെസ്റ്റ് ജില്ലയിൽ നിന്ന് മാത്രം 30 അനധികൃത കുടിയേറ്റക്കാരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചെന്നും അധികൃതർ വ്യക്തമാക്കി. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയുടെ നിർദ്ദേശപ്രകാരം രാജ്യതലസ്ഥാനത്ത് പ്രത്യേക പരിശോധന തുടരുകയാണ്. ജംഗ്പുരയിൽ നടത്തിയ പരിശോധനയിലാണ് 8 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുമായി 2 അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടിയത്. ഹമീദുൾ, നസീമ എന്നിവരാണ് പിടിയിലായതെന്നും ഇവരെയും നിയമ നടപടികൾ സ്വീകരിച്ച ശേഷം ബംഗ്ലാദേശിലേക്ക് നാടുകടത്തുമെന്നും പോലീസ് അറിയിച്ചു. വിവിധ സ്റ്റേഷൻ പരിധിയിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക പരിശോധന 2 മാസം തുടരാനാണ് ഡൽഹി പോലീസിന്റെ തീരുമാനം. പിടിയിലാകുന്നവരെ മുഴുവൻ ആഭ്യന്തര മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് നാടുകടത്തൽ നടപടി സ്വീകരിക്കും. സൗത്ത് വെസ്റ്റ് ജില്ലയിൽ നിന്ന് മാത്രം ഇതുവരെ 30 അനധികൃത കുടിയേറ്റക്കാരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചു. അസം, ത്രിപുര, മേഘാലയ ഉൾപ്പെടെ വടക്കുകിഴക്കൻ മേഖലയിലും മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ പരിശോധന തുടരുകയാണ്. വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് ബംഗ്ലാദേശി പൗരന്മാർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്നുണ്ടെന്ന് സുരക്ഷാ ഏജൻസികൾ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. ജനം, ഡൽഹി. അസമിലെ കൽക്കരി ഖനിയിൽ കുടുങ്ങിയ മറ്റൊരു തൊഴിലാളിയുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ദിമാ ഹസാവോ സ്വദേശി ലിജൻ മഗറാണ് മരിച്ചത്. നേപ്പാൾ സ്വദേശിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം പുറത്തെടുത്തിരുന്നു. ഉമ്രാസുങ്ങുവിലെ ഖനിയിൽ 9 പേരായിരുന്നു വെള്ളം കയറിയതിനെ തുടർന്ന് കുടുങ്ങിയത്. കുടുങ്ങിക്കിടക്കുന്ന 7 പേർക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. വെനസ്വേലൻ പ്രസിഡന്റായി നിക്കോളാസ് മദൂറോ 3ാമതും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കനത്ത സുരക്ഷയിലായിരുന്നു സത്യപ്രതിജ്ഞ. ഇതിന് പിന്നാലെ മദൂറോയ്ക്കെതിരായ വിവരങ്ങൾ നൽകുന്നവർക്ക് $25 മില്യൺ പാരിതോഷികം അമേരിക്ക പ്രഖ്യാപിച്ചു. പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് മദൂറോ വീണ്ടും അധികാരമേൽക്കുന്നത്. വെനസ്വേലയുടെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ബ്രിട്ടൻ ഉപരോധം ഏർപ്പെടുത്തി. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഉപരോധം. യൂറോപ്യൻ യൂണിയനും വെനസ്വേലയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചു. ക്യൂബൻ, നിക്കരാഗ്വേ ഭരണത്തലവന്മാർ മാത്രമാണ് മദൂറോയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തത്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.